ഹലോ വെൽക്കം ബാക്ക് ടു ടെക് ജേർണലിസ്റ്റ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പിക്സൽ ഫോണുകളെ കുറിച്ചാണ്. പിക്സൽ 9 പ്രോ വരാനായിട്ട് പോകുന്നു. പിക്സൽ ഫോണുകൾ നമുക്കറിയാം ഇതുവരെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഫോണുകളായിരുന്നു പിക്സൽ ഇറക്കിയിട്ടുണ്ടായിരുന്നത്, അതായത് ഗൂഗിൾ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഒക്ടോബറിലായിരിക്കും മിക്കവാറും പിക്സൽ 9 പ്രോ സീരീസുകൾ വരാനായിട്ട് പോകുന്നത്. ഈ ഫോണുകളുടെ ലീക്സും റൂമേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ലീക്സ് ആയിട്ടുള്ള ഡിസൈൻ അനുസരിച്ച് ഒരു കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് പിക്സൽ 9 പ്രോയിൽ വരാനായിട്ട് പോകുന്നു. അതായത് ക്യാമറ ഡിസൈനുകളിലൊക്കെ നല്ല രീതിയിലുള്ള ഡിസൈനിങ് ചേഞ്ചസ് പിക്സലിന് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പിക്സൽ 8ൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാമറ ഡിസൈനിങ് ആണ് ഇപ്രാവശ്യം പിക്സൽ 9ലും 9 പ്രോയിലൊക്കെ വരാനായിട്ട് പോകുന്നത്. അതുപോലെ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് പിക്സൽ 9ൽ 6.3 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആയിരിക്കും ഉണ്ടായിരിക്കുക. 9 പ്രോയിലേക്ക് വരുമ്പോൾ അത് 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയിലേക്ക് മാറും. അതായത് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് പിക്സൽ 9 പ്രോയിലേക്ക് വരുമ്പോൾ ഒരു വലിയ ഡിസ്പ്ലേ ആയിരിക്കും പിക്സൽ 9 പ്രോയിൽ ഉണ്ടായിരിക്കുക. നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുള്ള ടെൻസർ ചിപ്പുകളായിരിക്കും ഇപ്രാവശ്യം പിക്സൽ ഫോണുകളിൽ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ഇതുവരെയുള്ള പിക്സൽ ഫോണുകളിൽ ബാറ്ററി ഡ്രെയിനിങ്ങിൻ്റെ ഇഷ്യൂ ആയിരുന്നു കാര്യമായിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യമെങ്കിലും അത് ബാറ്ററി ഡ്രെയിനിങ്ങിൻ്റെ പ്രോബ്ലം പരിഹരിക്കാൻ പിക്സലിനാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 15 ആയിരിക്കും OS ആയിട്ട് വരുന്നത്. നമുക്കറിയാം ഗൂഗിൾ എല്ലാ പ്രാവശ്യവും ടിപ്പിക്കലി ഒരു ക്യാമറ അപ്ഡേറ്റ് ഒന്നും കൊണ്ടുവരാറില്ല. ഗൂഗിളിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് അവർ ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ക്യാമറയിൽ അപ്ഡേറ്റ്, അതായത് ക്യാമറ കൂടുതൽ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് ക്യാമറയിൽ അപ്ഡേറ്റ് കൊണ്ടുവരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇനി വരുന്ന ഗൂഗിളിൻ്റെ പിക്സൽ ഫോണുകൾ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരേക്കും ഗുഡ് ബൈ.